ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 106. ബാലേട്ടപ്പ സത്യം പറയ്, ദേവൻ എങ്ങോട്ടേക്കാ പോയേക്കുന്നേ? ഏട്ടന് വല്ലതും അറിയാവോ? മഹാദേവൻ ചെന്നൈക്ക് പോകുവാണെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോൾ തൊട്ടേ ലക്ഷ്മിക്ക് സംശയമായിരുന്നു. കാരണം വൈശാഖിയുടെ മുത്തശ്ശി ഇന്നലെ രാത്രി വിളിച്ചവ പോലും മഹാദേവൻ്റെ ഈ യാത്രയെക്കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. ചോദിച്ചപ്പോഴും ദേവയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്നാണ് മറുപടി പറഞ്ഞതും. വൈശാഖിയുടെ മുത്തശ്ശനോട് ചോദിച്ചിട്ടും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നതും ലക്ഷ്മിയെ ഒന്നിരുത്തി ചിന്തിപ്പിച്ചിരുന്നു. എങ്കിലും മറ്റുള്ളവരറിഞ്ഞാൽ ടെൻഷൻ അടിക്കുമല്ലേ എന്നോർത്ത് അവരിക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. ആരോടും ഒന്നും പറയാതെ മഹാദേവൻ ഇതെവിടെ പോയി? എന്തിനു വേണ്ടി പോയി? ഇങ്ങനെ എല്ലാവരോടും കള്ളം പറഞ്ഞു പോകുവാനായി അവൻ എന്താണ് ഇത്രയ്ക്കും പ്രശ്നമുണ്ടായത്? ലക്ഷ്മി ആദിയോടെ മനസ്സിൽ ചിന്തിച്ചു. ലക്ഷ്മി, തൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ നിൽക്കുന്ന ഭാര്യയെ അയാൾ ഒരു പുഞ്ചിരിയോടെ തട്ടി വിളിച്ചു. എന്താ ബാലേട്ടാ, ഞാൻ ചോദിച്ചത് വല്ലതും നിങ്ങൾ കേട്ടുവോ? അയാളുടെ മുഖത്തെ ചിരി ലക്ഷ്മിയെ കൂടുതൽ സംശയത്തിൽ ആഴ്ത്തുകയാണ് ചെയ്തത്. കേട്ടു ലക്ഷ്മി, എന്നോട് പറഞ്ഞിട്ടാണ് അവൻ പോയെ. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഭാസ്കരൻ ഇത്തിരി ഗൗരവത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ അവൻ എവിടേക്കാണ് പോയെന്നുള്ള കാര്യം ബാലേട്ടന് അറിയാമല്ലേ? അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അറിയാം, എന്നോട് പറഞ്ഞിട്ടാണ് അവൻ ബാംഗ്ലൂരിലേക്ക് പോയത്. ബാലു അവരുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. ബാംഗ്ലൂരിലേക്കോ? എന്തിന്? ലക്ഷ്മിയുടെ കണ്ണും വായും ഇഴിഞ്ഞുപോയി അത് കേട്ടപ്പോൾ. ദീപകിനെ കാണാൻ. ഭാസ്കരൻ മുറിയിലെ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി. അവനെന്തിനാ ഇപ്പോൾ ദീപകിനെ കാണുന്നേ? ദേവേണ്ണ എന്താ ഭ്രാന്ത് പിടിച്ചോ? കേട്ട കാര്യം അവർക്ക് വിശ്വസിക്കുവാൻ ഇത്തിരി പാടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവരിൽ പൊടുന്നനെ പേടിയും ഉണ്ടായി. ബാലേട്ടാ, ആ ദീപക് ഒരു ചതിയനാണെന്ന് ഏട്ടൻ അറിയില്ലേ? അവൻ നമ്മുടെ മോനെ വല്ലതും ചെയ്താലോ ബാലേട്ടാ? അതുമാത്രമാണോ, ഊരും പേരും ഭാഷയൊന്നും അറിയാൻ മേലാത്ത നാട്ടിലേക്ക് അവൻ എന്തിനു പോയി? അവിടെ പോയി അവൻ എന്ത് ചെയ്യുമെന്നാ? എല്ലാം അറിയാമായിരുന്നിട്ടും ബാലേട്ടൻ എന്തിനവനെ പറഞ്ഞു വിട്ടു? ലക്ഷ്മി അവസാനം കരഞ്ഞു പോയിരുന്നു. എടി ഭാര്യയെ, നീ ഇങ്ങനെ കരയാതെടി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഭാസ്കരൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കട്ടിലിലേക്കായിട്ടിരുന്നു. എന്നിട്ട് അവരുടെ മുഖത്തേക്ക് ഒട്ടൊരലിവോടെ നോക്കി. ആ ദീപക് വലിയൊരു അപകടകാരിയാണ് ലക്ഷ്മി. അവനെപ്പോൾ എങ്ങനെ എന്ത് ചെയ്യുമെന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. വൈശാഖിക്ക് വേണ്ടിയാണ് മഹാദേവൻ ബാംഗ്ലൂരിലേക്ക് പോയത്. ദീപകിൻ്റെ ശരിക്കുള്ള സ്വഭാവം വൈശുക്കൊച്ചിൻ്റെ അച്ഛനെ അമ്മയെ അറിയിക്കാനും അവനിട്ടൊരു പണി കൊടുക്കാനും വേണ്ടി. കാരണം കുറച്ച് നാളായി ദീപക് ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഞാനും അവനും ശ്രദ്ധിക്കുന്നു. ഇതിനൊരു അന്ത്യം വേണ്ടേ ലക്ഷ്മി? വൈശുക്കൊച്ചങ്ങ് എന്തെങ്കിലും പറ്റിപ്പോയിട്ട് നമ്മൾ നിലവിളിച്ചിട്ട് എന്താ കാര്യം? എത്ര നാൾ നമുക്കവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും? കുറേ നാളുകളായി അവൻ ഇക്കാര്യം ആലോചിക്കാൻ തുടങ്ങിയിട്ട്. ഞാനും കൂടി ദേവൻ്റെ കൂടെ പോകാൻ ഇറങ്ങിയതാ. പിന്നെ വേണ്ടെന്ന് വെച്ചു. കാരണം വൈശുക്കൊച്ചന് ഇവിടെ ആരെങ്കിലും ഒരു കൂട്ട് വേണ്ടേടി. ബാംഗ്ലൂരിൽ എൻ്റെ ഒരു പരിചയക്കാരനുണ്ട്, ഒരു സുഗുണൻ. അവനവിടെ സെറ്റിൽഡാ. ഞങ്ങൾ ഒരുമിച്ച് മിലിറ്ററിയിൽ വർക്ക് ചെയ്തവരാ ലക്ഷ്മി. അവനെ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അവനുണ്ടാവും എന്ത് സഹായത്തിനും ദേവൻ്റെ കൂടെ. കാര്യങ്ങൾ ഉള്ളതുപോലെ അയാൾ ഭാര്യയോട് വിവരിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും സ്തബ്ധയായിട്ടിരിക്കാൻ മാത്രമേ ലക്ഷ്മിക്ക് അപ്പോൾ കഴിഞ്ഞുള്ളൂ. എൻ്റെ കൊച്ചുമോനപ്പോൾ പണി തുടങ്ങിയല്ലേ? ശത്രുവിൻ്റെ അവനെ മാളത്തിൽ പോയി ഇല്ലാതാക്കാൻ പിശുക്കനായ മംഗലത്ത് മഹാദേവൻ അവസാനം തുനിഞ്ഞിറങ്ങിയേക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞേ, സ്വന്തം എന്ന് കരുതിയത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എൻ്റെ കൊച്ചുമോൻ ഏതറ്റവും വരെ പോകുന്നു. മുത്തശ്ശിക്ക് സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. അതേസമയം എന്തോ കാര്യത്തിനു വേണ്ടി അവരുടെ മുറിയുടെ മുൻപിൽ കൂടി നടന്നുപോയ പത്മാവതി മകൻ്റെയും മരുമകളുടെയും സംസാരം കേട്ടതും തിരിഞ്ഞു സ്വന്തം മുറിയിലേക്ക് തന്നെ നടന്നു. എങ്കിലും ചെറിയൊരു ആദി അവരിലും ഉണ്ടായിരുന്നു. ഇത്രയ്ക്കും ആയിരുന്നോ എൻ്റെ കൊച്ചുമോൻ? ഇത്രയ്ക്കും വെറുപിടിച്ച മനസ്സിനുടമയായിരുന്നോ അവൻ? സത്യം പറഞ്ഞ അവനൊരു ഡോക്ടർ തന്നെയാണോ? ആരും കൂട്ടില്ലാത്ത തൻ്റെ ഈ ലോകത്ത് ഈശ്വരനായിട്ട് തന്ന പുണ്യമെന്നായിരുന്നു അവനെപ്പറ്റി താൻ കരുതിയിരുന്നത്.
തന്നോടേക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് പ്രചോദനമായവൻ. അവനാണ് ഇങ്ങനെയൊക്കെ ഒരു പെൺകുഞ്ഞിൻ്റെ ജീവിതം കളയാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അവനാണ് അവളുടെ ഭർത്താവിനെ പോലും ഇല്ലാതാക്കാൻ മടി കാണിക്കില്ലെന്ന് വീമ്പിളക്കി നടക്കുന്നത്. അവനാണ് സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെ നോക്കിയ രാജശേഖരൻ്റെയും നന്ദിതയെയും ചതിച്ച് അവരുടെ സ്വത്തുവകകൾ തട്ടിയെടുക്കാൻ വേണ്ടി തുനിയുന്നത്. സത്യം പറഞ്ഞ പാല് കൊടുത്ത കൈക്കിട്ട് തന്നെ കൊത്തുന്ന പാമ്പാണ് ഇവൻ. ഇങ്ങനെയുള്ള മാനസിക നില തെറ്റി ഒരുവൻ ജീവിച്ചിരുന്നാൽ ആ 2 കുടുംബങ്ങളും നരകത്തിലാവും. ഒരു പാവപ്പെട്ട വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും അവരുടെ മകനെ നഷ്ടപ്പെടും. വളർത്തി വലുതാക്കി എന്നെപ്പോലും യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇല്ലാതാക്കി കളയെന്ന് പറഞ്ഞ് നടന്നവൻ ഈ ഭൂമിയിൽ ഒരാളോട് സത്യസന്ധത കാണിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് അധപ്പതിച്ചു പോയിരിക്കുന്നവൻ. അവൻ ഭ്രാന്തനായിരിക്കുന്നു. ഇവനൊന്നും ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കാനുള്ള അവകാശം പോലുമില്ല. ജീവിച്ചിരുന്നാൽ വരും കാലങ്ങളിൽ പല കുടുംബങ്ങളും കണ്ണീരിൽ കുളിക്കും. ഇന്ന് വൈശാഖിയാണെങ്കിൽ നാളെ അവളുടെ സ്ഥാനത്ത് മറ്റൊരുവളായിരിക്കും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. പ്രൊഫസറിൻ്റെ തലയ്ക്ക് ചൂട് പിടിച്ചു. ദേവാ, അച്ഛൻ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം മോനെ. നമ്മളാരും മറ്റൊന്നും അല്ലല്ലോ, സാധാരണ മനുഷ്യരാണ്. ബാലുവിൻ്റെ കൂട്ടുകാരനായ സുഗുണൻ അത് പറയുമ്പോൾ മഹാദേവൻ അത് കേട്ടിരുന്നത് മാത്രമേ ഉള്ളൂ. തൻ്റെ പ്രാണനെ തന്നിൽ നിന്നും അകത്താൻ നോക്കുന്നവനെ വേരോടെ പിഴുതെറിയാൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുകയായിരുന്നു അവനപ്പോൾ. ആളെ എനിക്കറിയാം ദേവാ. ഉണ്ണികൃഷ്ണൻ ഡോക്ടറിൻ്റെ കൊച്ചുമോനാണ്. ആളല്പം തരികിടയാണെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞേ. നമുക്ക് നോക്കാം. കിട്ടിയ ഇന്നത്തെ രാത്രി തന്നെ അവനെ പൊക്കാം. സുഗുണൻ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ഉറപ്പു നൽകി. രാത്രി എപ്പോഴോ ദീപക് തൻ്റെ ബൈക്കിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ മിനി വാൻ അവനെ പിന്തുടരുവാനായി തുടങ്ങിയത്. റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ റോഡ് വിജനവുമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ദീപകിൻ്റെ ബൈക്കിനെ തടഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കയറിയ മിനി വാൻ പൊടുന്നനെ ആ ബുള്ളറ്റിന് മുൻപിൽ ബ്രേക്കിട്ട് നിർത്തി. വാനിൽ നിന്ന് 1-2 മുഖംമൂടിധാരികൾ പുറത്തേക്കിറങ്ങി. സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയ ബൈക്കിന് മുകളിലിരിക്കുന്ന ദീപകിനെ വാനിലേക്കിട്ട് അവിടെ നിന്നും പാഞ്ഞു പോകുവാൻ അവർക്കൊരു നിമിഷ നേരം പോലും വേണ്ടി വന്നില്ല. വാനിലുണ്ടായിരുന്ന ഒരുവൻ അവൻ്റെ ബൈക്കുമായി ആ വണ്ടിയെ പിന്തുടർന്നുകൊണ്ടിരുന്നു. രാത്രിയായിരുന്നു അപകടം സംഭവിച്ചത്. ഉപയോഗിച്ചിട്ട് അമിത സ്പീഡിൽ ബൈക്കിൽ യാത്ര ചെയ്ത ചെറുപ്പക്കാരൻ വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറിയിലേക്ക് വണ്ടിയെ ഊക്കോടെ ഇടിപ്പിച്ചു കയറ്റി. റോഡിലേക്ക് തെറിച്ചു വീണ അയാൾ ഹെൽമറ്റ് വെച്ചിരുന്നത് കൊണ്ട് മാത്രം തലയ്ക്ക് കാര്യമായ പരിക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.